ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈതൺ എന്ന് പറഞ്ഞിട്ട്. KTUവിൻ്റെ 2024 സ്കീമിനകത്ത് എല്ലാ ബ്രാഞ്ചിനും ഫസ്റ്റ് ഇയറിൽ കൊടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ബേസിക്കലി പൈതൺ ബേസ്ഡ് ആയിട്ട് പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിന് മാത്രമായിട്ട് തന്നിരിക്കുന്ന സബ്ജക്റ്റ് അല്ല, എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ടുള്ളതാണ്. സോ നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്തൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എറ തന്നെയാണ് നടക്കുന്നത്. സോ അവിടെയൊക്കെ നമുക്ക് പൈതൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസും അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് KTU എല്ലാ സ്റ്റുഡൻസിനും പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈതൺ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് പ്രോഗ്രാമിങ്ങിലേക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് പോലെയുള്ള ഒരു കോഴ്സാണിത്. ബേസിക്കലി പ്രോബ്ലം സൊല്യൂഷൻ, നമ്മളെങ്ങനെ ഒരു പ്രോഗ്രാമർ തിങ്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ത്രൂ നമ്മളൊരു പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതൊക്കെ പഠിക്കുന്നതാണ് ബേസിക്കലി ഈ ഒരു സബ്ജക്റ്റിൽ. സോ ലെക്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മനുപ്രസാദ്. ഞാൻ കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ. അതിന് മുമ്പ് ഒരു 2 വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഒരുപാട് കോഴ്സസുകൾ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ്, കൺട്രോൾ സിസ്റ്റം, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ ലേൺ പൈതൺ ഇൻ മലയാളം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാം. ബേസിക്കലി ഞാനൊരു EC ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സബ്ജക്റ്റുകളും EC സബ്ജക്റ്റുകളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പൈതൺ പോലെയുള്ള കോമൺ സബ്ജക്ട്സുകളും ഞാൻ ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചാനലിൽ പോയിട്ട് മറ്റ് പ്ലേലിസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് കോഴ്സുകളും നിങ്ങൾക്ക് ഫെർദർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ഈ സബ്ജക്റ്റുകളൊക്കെ 2024 സ്കീമിനെ തന്നെ ഫോളോ ചെയ്യുന്നതാണ്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് കോഴ്സിലേക്ക് കടക്കാം. സോ ഇവിടെ ഞാൻ ഈ ഒരു കോഴ്സിൽ ഞാൻ ഫോളോ ചെയ്യുന്ന മെയിൻ കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കാം, സോ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യാം എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു പ്രോബ്ലം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് ചെയ്തിട്ട് അതൊരു പ്രോഗ്രാമിംഗ് ലെവലിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രോഗ്രാമർ എങ്ങനെ തിങ്ക് ചെയ്യും അതുപോലെ ഒന്ന് തിങ്ക് ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ബേസിക്കലി നമ്മളിവിടെ പഠിക്കുന്നത്. സോ ഇതൊക്കെയാണ് അതിൽ വരുന്ന ടോപ്പിക്സുകൾ. പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്, അതിൻ്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ പൈതണിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസുകൾ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്സുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ മെയിൻലി നോക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നോക്കാം. സോ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിൽ വരുന്ന മെയിൻ കണ്ടൻറ്റുകൾ, ടോപ്പിക്സുകൾ ഇതാണ്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം സ്ട്രാറ്റജീസ് ആണ്. നമുക്ക് ഈ ഓരോ ടോപ്പിക്സുകളും എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി, അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കാണുന്നത്. സോ ബേസിക്കലി നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം വരുമ്പം അത് ഏത് ടൈപ്പ് പ്രോബ്ലം ആയിക്കോട്ടെ, സോ അത് ചിലപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നിടത്ത് തരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം. ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോൾ ചില പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുമ്പം അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്കത് അറിയുന്നുണ്ടാവില്ല, നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളത് ഒഴിവാക്കി കളയും, നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത സാധനം എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസുകൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നുണ്ട്. സോ ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കാണും എന്നുള്ളതൊക്കെ പല മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. സോ ഈ ട്രയൽ ആൻഡ് എറർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കമ്മിങ് സ്ലൈഡ്സുകളിൽ നമുക്ക് കാണും. സോ ആദ്യം നമ്മൾ ചെയ്യാന്ന് പറയുന്ന എന്ത് പ്രോബ്ലമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലെ മെയിൻ തിങ്. സോ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, ദെൻ ചൂസ് ദ റൈറ്റ് അപ്രോച്ച്. നമ്മൾ ഏത് അപ്രോച്ച് ഫോളോ ചെയ്താലാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദെൻ ഫോളോയിങ് എ പ്ലാൻ ടൈലേർഡ് ടു ദ ഇഷ്യൂ. സോ നമ്മൾ കൺഫേം ചെയ്ത പ്ലാൻ എന്താണോ ആ പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രോബ്ലം ഫേസ് ചെയ്യുക. സോ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ പ്രോബ്ലം
സോൾവിങ് സ്ട്രാറ്റജീസ്. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല രീതിയിലുള്ള പ്രോബ്ലംസുകൾ നമ്മൾ ഫേസ് ചെയ്യും. സോ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഒരുപോലെയല്ല സോൾവ് ചെയ്യുന്നത്. പല പ്രോബ്ലംസും പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ പ്രോബ്ലം എന്താണോ ആ ഒരു പ്രോബ്ലത്തിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ബേസിക്കലി പ്രോബ്ലം എന്ന് പറയുന്നത് 2 ടൈപ്പാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസും മറ്റേതെന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് പ്രോബ്ലമാണ്. സോ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവിടെ അതിൻ്റെ ഒരു ഗോള് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ പാത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്നുള്ളതൊക്കെ ക്ലിയർ ആയിരിക്കില്ല. കറക്റ്റായിട്ടൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ഗോളോ നമുക്കവിടെ ഉണ്ടാവില്ല. ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ മേ ബി അത് മാറിക്കൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുക. സോ പെർഫെക്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് പലർക്കും പലതായിരിക്കും. ചിലപ്പം ചിലവർക്ക് വെറുതെ ജസ്റ്റ് ട്രിപ്പ് പോയാൽ മാത്രം മതിയാവും. പക്ഷേ അതേ സമയത്ത് മറ്റു പലർക്ക് അതിൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ടൈമിങ്, നമ്മൾ പോകുന്ന ലൊക്കേഷൻ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രിപ്പിൻ്റെ ഒരു ബിഹേവിയർ മാറി വരാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഴ്സൺ നമുക്ക് ഒരു ട്രിപ്പിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് മാറി മാറി വരാം. അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറി വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസുകളാണ്. സോ അങ്ങനെയുള്ള പ്രോബ്ലംസുകളെയാണ് നമ്മൾ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ആണ്. സോ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ഗോൾ ഉണ്ടാവും, അതിനൊരു ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും, ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ചില സ്റ്റെപ്സുകൾ ഉണ്ടാവും. അതൊക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ എടുക്കുകയാണ്. ആ ഇക്വേഷനകത്ത് എക്സിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു മാത്സ് പ്രോബ്ലം. സോ ആ ഒരു എക്സിൻ്റെ വാല്യൂ ആര് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ അതിനൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് അവിടെ ഉണ്ട്, ഒരു സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡിങ് ഓൺ പേഴ്സണോ അല്ലെങ്കിൽ ബിഹേവിയർ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ടോ ഇതിൻ്റെ ആൻസേഴ്സ് ഒന്നും മാറില്ല. സോ സയൻസിനകത്തൊക്കെ വരുന്നത് ബേസിക്കലി ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ആയിരിക്കും. സോ അതാണ് 2 ടൈപ്സ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ മാത്രമല്ല പല തരത്തിലുള്ള പ്രോബ്ലംസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ചിലപ്പോൾ ലോജിക്കൽ റീസണിങ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സം ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ സം അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. അത് ഡിഫറെൻറ്റ് മെത്തേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അപ്രോച്ചസ് നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നൊരു മെത്തേഡാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം വരികയാണെന്ന് വിചാരിക്കുക. സോ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഒരു സിംഗിൾ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ അത് സോൾവ് ആവില്ല. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ ട്രൈ ചെയ്ത് ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാണ്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മേ ബി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഒരു സാധനം പ്രിൻ്റ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ പ്രിൻ്ററിലേക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് പ്രിൻ്റ് വരുന്നില്ല. സോ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, ഈ ഒരു പ്രിൻ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യും. ചിലപ്പോൾ അത് നമ്മളതിൻ്റെ പേപ്പർ വല്ല ജാമായിട്ടാണോ നടക്കാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ പവർ ഓൺ ആയിട്ടില്ലേ, അതല്ലെങ്കിൽ മേ ബി അതിനകത്ത് ഇങ്ക് ഇല്ലേ, അല്ലെങ്കിൽ ഡ്രൈവർ അവൈലബിൾ അല്ലേ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് ഫൈനലി നമ്മൾ ആ സാധനം പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ട്രൈയിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നമ്മൾ പല മെത്തേഡ്സുകൾ യൂസ് ചെയ്ത് പല സ്റ്റെപ്സുകൾ യൂസ് ചെയ്ത് അത് സോൾവ് ചെയ്യുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്ന ഒരാൾ രാവിലെ എഴുന്നേറ്റ് ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, ബൈക്ക് സ്റ്റാർട്ടാവാതിരിക്കാനുള്ള ബേസിക് റീസൺ നമ്മൾ കണ്ടുപിടിക്കും. സോ ബൈക്ക് ആദ്യം നമ്മൾ കീ ഓൺ ആണോ എന്ന് നോക്കും, പിന്നെ പെട്രോൾ ഉണ്ടോ എന്നുള്ളത് നോക്കും, ഇനി അതല്ല ബാറ്ററി ഡൗൺ ആണോ എന്നുള്ളത് നോക്കും. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ ചെയ്ത് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ അവിടെ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതത്രയ്ക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല, എന്നാലും ചില ഡേ ടു ഡേ ലൈഫിലുള്ള കോംപ്ലക്സ് പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കത് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്.
അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സോൾവിങ് ആണ് നമ്മളവിടെ ഫോളോ ചെയ്യുക. അതായത് അതിന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്സുകൾ അവൈലബിൾ ആയിരിക്കും. ആ സ്റ്റെപ്പിലൂടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് ഡെഫിനറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇനിയുള്ള ലെക്ചേഴ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഈ അൽഗോരിതം മെത്തേഡാണ് ഒരുവിധം എല്ലാ വെബ്സൈറ്റുകളിലും, ഇപ്പോൾ ഗൂഗിള്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ളിടത്തൊക്കെ നമുക്കറിയാം, നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. നമ്മൾ കൂടുതൽ നേരം ഏതിലാണോ എൻഗേജ് ആവുന്നത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെബ്സൈറ്റുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ റെക്കമെൻഡേഷൻസുകളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതൊക്കെ ബേസ്ഡ് ഓൺ അൽഗോരിതംസ് ആണ്. ഓക്കെ, സോ അതിനൊരു എക്സാക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സൊല്യൂഷൻ സ്റ്റെപ്സ് ഉണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുന്നൊരു പ്രോസസ്സാണെന്ന് വിചാരിക്കാം. സോ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സിൽ അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ അവൈലാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചിലപ്പോൾ അത് പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഓവൻ. അതിനുശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ആദ്യം നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എഗ്ഗ് വേറൊരു സെപ്പറേറ്റ് ബൗളിലെടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് പതുക്കെ ഈ എഗ്ഗിനകത്തേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസുകൾ കൊടുക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് അവസാനം കിട്ടിയിട്ടുള്ള ആ ഒരു സ്മൂത്ത് മിക്സ്ചർ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഓവനകത്ത് വെച്ചൊരു 30 മിനിറ്റ്സ് വെച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? കേക്ക് റെഡിയാവും. ഇതിപ്പം ഈ ഒരു കറക്റ്റ് പ്രൊസീജിയറിൽ ആര് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കേക്കിൻ്റെ ഔട്ട്പുട്ട് നമുക്കവിടെ കിട്ടും. സോ ഇതുപോലെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം എപ്പോഴും അതിനൊരു കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിലൂടെ നമ്മൾ പോവുകയാണ് വേണ്ടത്. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സോ ബേസിക്കലി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് ഫ്രെയിം വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതായത് ഒരു റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു എക്സാക്ട് പ്രോബ്ലമാറ്റിക് സൊല്യൂഷൻ ആയിരിക്കില്ല, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ആൻ എഡ്യൂക്കേറ്റഡ് ഗസ്. ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. ഇറ്റ് ബേസിക്കലി സേവ്സ് ടൈം ആൻഡ് എനർജി. ഇറ്റ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് റേഷണൽ ഡിസിഷൻ മേക്കിംഗ് യൂസ്ഡ് വെൻ ദർ ഈസ് ടു മച്ച് ഇൻഫർമേഷൻ. നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മളൊരു ഹ്യൂറിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്യുക. ടൈം ടു മേക്ക് എ ഡിസിഷൻ ഈസ് ലിമിറ്റഡ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കേണ്ടി വരിക ഒരു ഡിസിഷൻ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ ഈസ് അൺഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കുന്ന സമയങ്ങളിൽ, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യുക. സോ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ സോൾവ് ചെയ്ത സമയത്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും നമ്മളത് സോൾവ് ചെയ്യുക. നമുക്കതിൻ്റെ എക്സാമ്പിൾസുകൾ നമുക്ക് കാണാം. സോ ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, അമ്മയൊക്കെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ബൗൾ ഓഫ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഓൾറെഡി ഒരു ബൗൾ ഓഫ് റൈസ് എത്രത്തോളം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കയ്യിൽ തന്നെ ബൗളൊന്നും എടുക്കാതെ തന്നെ നമ്മൾ ആ ഒരു റൈസ് എടുക്കും. അതല്ലെങ്കിൽ കറിയിൽ നമ്മൾ ഉപ്പൊക്കെ ഇടുക അല്ലെങ്കിൽ എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അമ്മയ്ക്ക് അങ്ങനെ ടേബിൾ സ്പൂൺ എടുത്ത് അളവെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് തന്നെ ഈ ഉപ്പിടാനോ ജസ്റ്റ് കയ്യിൽ ഇത്തിരി ഉപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഐഡിയ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മയുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അമ്മ അത് പെട്ടെന്ന് തന്നെ ചെയ്യും. സോ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു മെഷർമെൻറ്റ് കപ്പ് എടുത്ത് ചെയ്യാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻഫർമേഷനോ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടൊരു എഡ്യൂക്കേറ്റഡ് ഗസ് പോലെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അമ്മ അത് പെട്ടെന്ന് ചെയ്യും. സോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം സൊല്യൂഷനാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് ബേസിക്കലി അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക്കിൽ വരുന്ന വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് ബാക്ക്വേർഡ്സ് എന്ന് പറയുന്നതാണ്. സോ വർക്കിംഗ് ബാക്ക്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ സൊല്യൂഷൻ എന്താണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. സോ ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഫ്രം ദ റിസൾട്ട് നമ്മൾ പുറകിലോട്ട് ചിന്തിച്ച് വരിക. അതായത് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന ഒരു മെത്തേഡ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ട്രാവലിങ്ങിന് പോവുകയാണ്. സോ എയർപോർട്ടിൽ നമുക്കൊരു 10 മണിയാകുമ്പോൾ എത്തണമെന്ന് വിചാരിക്കുക. സോ എയർപോർട്ടിൽ 10 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എങ്കിൽ നമ്മളൊരു 2 hour മുമ്പെങ്കിലും ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തണം.
ഓക്കെ. സോ 8 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തണമെങ്കിൽ നമ്മൾ മേ ബി എയർപോർട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 7 മണി അല്ലെങ്കിൽ ഒരു 6:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു 8 മണിക്ക് മുമ്പ് എയർപോർട്ടിൽ എത്താൻ പറ്റുള്ളൂ. സോ നമ്മൾ 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി റെഡി അറ്റ് 6 o'clock. സോ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് നമ്മൾ ചെയ്യണം. സോ നമുക്ക് ഫൈനലി എത്തേണ്ടത് 10 മണിക്ക് എയർപോർട്ടിലാണെങ്കിലും നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ബാക്ക്വേർഡ്സ് ആയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് സോൾവ് ചെയ്ത് ഫൈനലി വി വിൽ ബി റീച്ചിങ് അറ്റ് ദ എയർപോർട്ട് 10 o'clock. സോ അതിനു വേണ്ടിയുള്ള ഒരു പ്ലാനിങ് നമ്മളവിടെ ചെയ്ത് അവിടെ ഒരു ബാക്ക്വേർഡ് വർക്കിംഗ് ആണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ആയിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആണ് വർക്കിംഗ് ബാക്ക്വേർഡ്സ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ വരുന്ന വേറൊന്നാണ് ബ്രേക്കിംഗ് ലാർജ് ടാസ്ക് ഇൻ ടു സ്മോളർ സ്റ്റെപ്പ്. സപ്പോസ് നമ്മളൊരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ വർക്ക് നമുക്കുണ്ടെന്ന് വിചാരിക്കുക. സോ ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പ്രൊജക്റ്റിൽ നമുക്കൊരു 4 പേരുള്ള ഒരു ഗ്രൂപ്പാണുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ 4 പേർക്കും നമ്മളുടെ വർക്ക് എന്താണോ, ആ ഒരു പ്രൊജക്റ്റ് വർക്ക് എന്താണോ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ വർക്ക് നമ്മളവിടെ കൊടുക്കും. എന്നിട്ട് അവരത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സോ നമ്മളൊരു വലിയ ടാസ്ക് ആണെങ്കിൽ ആ ടാസ്കിനെ പല സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബെറ്റർ റിസൾട്ട് നമുക്കവിടെ കിട്ടും. സോ അനദർ ടൈപ്പ് എന്ന് പറയുന്നതാണ് മീൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ എ ഗോൾ ഇൻ ടു സ്മോളർ സ്റ്റെപ്സ് ടു അനലൈസ് ആക്ഷൻ ദാറ്റ് മൂവ് ക്ലോസർ ടു ദാറ്റ് ഗോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. നമുക്ക് വേണ്ട ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, പല പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് മീൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ടവർ ഓഫ് ഹാനോയ് പാരഡിം എന്ന് പറയുന്നത്. സോ ടവർ ഓഫ് ഹാനോയ് പാരഡിം എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെയാണ്. നമുക്കിവിടെ 3 ടവർ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ടവറിൽ ഇതുപോലെ നമുക്ക് ഡിസ്കുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഡിസ്കിനെയും ഇതേ ഓർഡറിൽ തന്നെ 3ാമത്തെ ടവറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക്. അതിന് കുറച്ച് റൂൾസുകളുണ്ട്. അതായത് ഓൺലി 1 ഡിസ്ക് ക്യാൻ ബി മൂവ് അറ്റ് എ ടൈം. ഒരു ഡിസ്ക് മാത്രമേ നമ്മൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കലും ഒരു വലിയ ഡിസ്ക് ചെറിയ ഡിസ്കിൻ്റെ മുകളിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഈ 3 എണ്ണവും അതേ ഓർഡറിൽ തന്നെ 3ാമത്തെ ടവറിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. ഇതിനൊരു പെർട്ടിക്കുലർ പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. പല രീതിയിലും നമുക്ക് ചെയ്യാമെങ്കിലും അവസാനം നമ്മൾ എത്തുന്നതിന് വേണ്ടി ഒരു റിസൾട്ട് വേണം. സോ ഈ ടവർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂവിങ് പ്രോസസ്സിനകത്ത് ഒരിക്കലും വലിയ ഡിസ്ക് എന്ന് പറയുന്നത് ചെറുതിൻ്റെ മുകളിൽ വരുന്നില്ല. ദിസ് ഈസ് എ ഫൈനൽ പ്രോസസ്സ്. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ബേസിക്കലി 7 സ്റ്റെപ്സ് ആണ് നമുക്കവിടെ വരുന്നത്. ബിക്കോസ് ഇവിടെ 3 ഡിസ്കുകളാണ് വരുന്നത്. 2n-1 സ്റ്റെപ്സുകളാണ് നമുക്കവിടെ വരിക. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസ്ക് ആണ്. സോ ഇവിടെ നമുക്ക് 3 ആയതുകൊണ്ട് തന്നെ 2^3-1 അതായത് 8-1 7 സ്റ്റെപ്സുകളാണ് നമുക്ക് വരിക. ഇതേ സെയിം സാധനത്തിൽ തന്നെ 4 ഡിസ്കുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് സ്റ്റെപ്സുകൾ അവിടെ കൂടും. 2^4-1 സ്റ്റെപ്സുകളാണ് നമുക്കവിടെ വരിക. അതായത് 15 സ്റ്റെപ്പുകളോളം നമുക്കവിടെ വരുന്നുണ്ട്. സോ ഇതേ പ്രോസസ്സാണ് നമ്മളിതിൽ ചെയ്യുക. ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫോളോ സർട്ടൺ സ്ട്രാറ്റജീസ്. ആ ഒരു കറക്റ്റായിട്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ റിസൾട്ട് അവിടെ കിട്ടുള്ളൂ. ഓക്കെ. സോ അതാണ് മീൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് ബാക്ക്വേർഡ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് സ്റ്റെപ്പാണ് നമ്മളവിടെ ചെയ്യുക. എന്താണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ട് അതിൽ നിന്ന് റിവേഴ്സിലേക്ക് നമ്മൾ വരികയാണ് അവിടെ ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. നമ്മളൊരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ 10 മണിക്കുള്ള ഒരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ 8 മണിക്കെങ്കിലും അവിടെ എയർപോർട്ടിൽ എത്തണം. സോ അതിനു മുമ്പ് 8 മണിക്ക് എയർപോർട്ടിൽ എത്തണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ നേരത്തെ ഒരു 7 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ ബാക്ക്വേർഡിൽ പോവുകയാണ്. അതേപോലെ തന്നെ ഒരു മെയ്സ് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ മെയ്സ് സോൾവ് ചെയ്യുന്നത് നമ്മൾ ഫൈനലി എത്തേണ്ട പൊസിഷൻ എന്താണോ ആ പൊസിഷനിൽ നിന്ന് ബാക്ക്വേർഡിലായിരിക്കും നമ്മൾ അധികവും മെയ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അതാണ് മെയ്സ് സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ്. വർക്കിംഗ് ബാക്ക്വേർഡിൻ്റെ
മെയിൻ യൂസസ് എന്നൊക്കെ പറയുന്നത് മാത്സ് പ്രോബ്ലത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ ഡെയിലി പ്ലാനിങ് വരുന്ന സമയത്ത്, അതല്ല സം ഗെയിം സ്ട്രാറ്റജി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വർക്കിംഗ് ബാക്ക്വേർഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ക്ലാരിഫൈ ദ സ്റ്റെപ്പ് നീഡഡ് ടു റീച്ച് ടു എ സൊല്യൂഷൻ. നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താനുള്ളതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓൾസോ ഇറ്റ് സിംപ്ലിഫൈ കോംപ്ലക്സ് പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് ക്യാൻ പ്രിവെൻറ്റ് വേസ്റ്റ് എഫേർട്ട് ബൈ എൻഷുറിങ് ഈച്ച് സ്റ്റെപ്പ് മൂവിങ് ഡയറക്ട്ലി ടുവേർഡ്സ് ദ ഗോൾ. നമ്മൾ ഈ ട്രയൽ ആൻഡ് എററിൽ ചെയ്യുന്ന പോലെ ഓരോ സ്റ്റെപ്പുകളും ട്രൈ ചെയ്ത് ഫെയിൽ ആവുന്നതിന് പകരം ഫൈനൽ ഗോൾ എന്താണോ അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. ഓക്കെ, സോ അതാണ് വർക്കിംഗ് ബാക്ക്വേർഡിനകത്ത് നമുക്ക് പറയാനുള്ളത് ബേസിക്കലി. സോ കോമൺലി യൂസ്ഡ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണയും ട്രൈ ചെയ്ത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോണൊക്കെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് ഓണാക്കും, അല്ലെങ്കിൽ വൈഫൈ കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈഫൈ ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കും, ഇല്ലേ? സോ അതുപോലെ തന്നെ അങ്ങനെ വരുന്ന കോമൺ ഡേയ്സിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഒക്കെയാണ് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. പിന്നെ അൽഗോരിതം എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സോൾവിങ് ഫോർമുലയാണ്. അത് നമ്മൾ ഇപ്പോൾ സപ്പോസ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ തന്നെ നമ്മൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് നമ്മൾ പറഞ്ഞു, അത് ജനറൽ പ്രോബ്ലം സോൾവിങ് ഫ്രെയിം വർക്കാണ്. അത് വർക്കിംഗ് ബാക്ക്വേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ദ ടാസ്ക് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റെപ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സോ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസുകളൊക്കെ അതിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ മീൻ ആൻഡ് അനലൈസിങ് എ പ്രോബ്ലം അറ്റ് സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്പ് മൂവ് ക്ലോസർ ടു ദ ഗോൾ. ഒരു വലിയ ടാസ്ക് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ സൊല്യൂഷനിലേക്ക് വരികയാണ്. സോ അതാണ് കോമൺലി യൂസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. ഓരോ സ്ട്രാറ്റജീസും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇത്രയും മാത്രമല്ല, നമുക്ക് ഒരുപാട് ടൈപ്പ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, ഒരു കമ്പനിയിൽ സക്സസ്ഫുൾ സ്ട്രാറ്റജി, നമ്മൾ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാനോ ഇനി നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബ്രിങ് എ ഫെസിലിറ്റേറ്റർ, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു ഗൈഡൻസിൽ നമുക്കവിടെ ചെയ്യാം. അല്ലെങ്കിൽ ഡെവലപ്പ് എ ഡിസിഷൻ മാട്രിക്സ് ഫോർ എവല്യൂഷൻ, ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് നമുക്കവിടെ വരണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊരു ഡിസിഷൻ മെട്രിക്സ് നമുക്കവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആസ്ക് പിയർ ടു ഹെൽപ്പ്, ഗെറ്റിംഗ് ഇൻപുട്ട് ഫ്രം പിയർ ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ പെർസ്പെക്റ്റീവ്. അതായത് മറ്റുള്ളവരുടെ അടുത്ത് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ ചില കാര്യങ്ങൾ, പ്രോബ്ലംസുകൾ കാണുക. അവർക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിലും മറ്റുള്ളവർക്ക് ചിലപ്പം ആ പ്രോബ്ലം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റെപ്പ് അവേ ഫ്രം ദ പ്രോബ്ലം. നമുക്ക് ഒരു രീതിയിലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ മാറിയിട്ട് ആ ഒരു സോൾവ് ചെയ്യാൻ നിൽക്കാതെ വി ഡോണ്ട് ഹാവ് ടു വേസ്റ്റ് അവർ ടൈം, നമ്മൾ ജസ്റ്റ് അത് ഒഴിവാക്കി വിടുക ചെയ്യുക. സോ ഇങ്ങനെ പല മെത്തേഡുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. ബേസിക്കലി നമ്മൾ കണ്ടത് ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആണ്, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.